നിസാക്ഷി ഭാഗം 10. മുറ്റത്തുകൂടി വിരുകിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു കാശി. ജിതൻ അപ്പോൾ അവിടേക്ക് വന്നു. എന്തു പറ്റി കാശി, നീയൊക്കെ ടെൻഷനിലാണെന്ന് തോന്നുന്നു. എന്തോ പ്രശ്നമുണ്ടോ? കാശി ഒന്ന് നിന്നു. ഒരു പ്രശ്നമുണ്ട്. എന്താ? അമ്മാവൻ എന്തെങ്കിലും ചോദിക്കുക പറയുകയോ ചെയ്തോ? അമ്മാവനൊരു കാര്യം പറഞ്ഞു. അത് കേട്ട് നമ്മളെ എന്തോ ഒരു വെപ്രാളം പോലെ. എന്താടാ? വക്കീലെ അമ്മാവനെ വിളിച്ചിരുന്നത്രേ. അടുത്ത ആഴ്ച കേസിൻ്റെ വിധി വരും. ഞങ്ങൾക്ക് അനുകൂലമായിരിക്കും എന്നാണ് വക്കീൽ പറഞ്ഞത്. ആഹാ, ഇതൊരു നല്ല കാര്യമല്ലേ? അതിന് നീ ഇതിന് ഇങ്ങനെ ടെൻഷനാവുന്നത്? നല്ല കാര്യം തന്നെ. പക്ഷേ വിഷുവിൻ്റെ പ്രതികരണം എങ്ങനെയായിരിക്കുമെന്ന് പറയാൻ കഴിയില്ലല്ലോ. ഈ കേസ് കേട്ടത് മുതൽ അവനുണ്ടാക്കിയ കോലാഹലങ്ങൾ നിനക്കും അറിയാവുന്നതല്ലേ. എൻ്റെ ജീവിതം പോലെ കൈവിട്ടു പോകാൻ കാരണം അവനാണ്. കാശിയുടെ കണ്ണുകൾ നിറഞ്ഞു. കാശി, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ, നീ അതൊക്കെ വിട്. ജിതൻ അവൻ്റെ തോളിൽ തട്ടി സമാധാനിപ്പിക്കാനായി പറഞ്ഞു. വേണ്ടെന്ന് വെച്ച് ഒഴിഞ്ഞു മാറുകയാണ് ഞാൻ. പക്ഷെ അവൻ വിടാൻ ഭാവമില്ല. അവസരം കിട്ടുമ്പോഴൊക്കെ പിന്നെ ദ്രോഹിക്കാൻ വരികയാണ്. രുക്വിനോർത്ത് മാത്രം ഞാൻ ഇത്രയും നശിപ്പിച്ചത് തന്നെ. ഇനിയും വയ്യ. അത് കേട്ടതും ജിതനും ഒന്നും വല്ലാതായി. കുഞ്ഞമ്മായിയോട് 1000 വട്ടം പറഞ്ഞതാ ഈ വിവാഹം വേണ്ടെങ്കിൽ. കേട്ടില്ല. അവനെ അവകാശപ്പെട്ടതല്ലേ എന്ന് പറഞ്ഞു. അവളുടെ ഇഷ്ടം പോലെ നോക്കാതെയല്ലേ അവരെ കല്യാണം നടത്തിയത്. എന്നിട്ട് എന്തായി? കണ്ണീര് തുറന്ന് നേരെയില്ല അവൾക്ക്. ആ ദുഷ്ടൻ അവളുടെ ജീവിതം നശിപ്പിച്ചു. പോട്ടടാ, അവളുടെ വിധി എന്നല്ലാതെ എന്താ പറയാൻ. നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. നാളെ മുതൽ പുതിയ സ്ഥലത്ത് ജോയിൻ ചെയ്യേണ്ടതല്ല. അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. സമയം ഒരുപാട്, നീ പോയി കിടക്കാൻ നോക്ക്, ജിതൻ പറഞ്ഞു. ഒരു ദീർഘനിശ്വാസത്തോടെ കാശി അകത്തേക്ക് നടന്നു. ജിതൻ പുറത്തേക്ക്. അപ്പോൾ നിറഞ്ഞ കണ്ണുകൾ അവൻ ആരും കാണാതെ തുടക്കുകയായിരുന്നു ജിതൻ. വരാന്തയിൽ സീറ്റിൽ തൂണും ചാരി ഇരിക്കുകയായിരുന്നു കാശിനാഥൻ. വീണ പതിയെ അവിടേക്ക് വന്നു. ആരുടെയും കാൽപ്പെരുമാറ്റം കേട്ട് കാശിനാഥൻ തലചരിച്ച് നോക്കി. വീണയെ കണ്ടതും അവൻ എഴുന്നേറ്റു. എന്താ വീണ, ഉറങ്ങിയില്ലേ? കിടന്നിട്ടെന്തോ ഉറക്കം വരുന്നില്ല. എന്തു പറ്റി? അത് കേസിൻ്റെ വിധി വന്നാൽ അയാൾ വീണ്ടും വരില്ലേ? ഓ, അതോർത്താണോ നീ ഓർക്കാത്തത്? കഴിഞ്ഞ തവണ വന്നപ്പോൾ അയാളുണ്ടാക്കിയ കോലാഹലങ്ങളൊന്നും മറക്കാൻ വയ്യ. എൻ്റെ മോനെ അയാൾ കൊല്ലാതെ വിട്ടത് എന്നെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട്. ഇനി അങ്ങനെ ഉണ്ടായ അവൾ പറയാനാക്കാതെ എഴുതി. ഈ വീണ, കരയാതെ. ഏത് നിമിഷവും അവൻ്റെ വരവ് പ്രതീക്ഷിച്ച് തന്നെ ഞാൻ നിൽക്കുന്നത്. നീ വിഷമിക്കണ്ട. ഈ കാശിനാഥൻ ജീവിച്ചിരിക്കുമ്പോൾ നിൻ്റെയോ എൻ്റെ മകൻ്റെ ദേഹത്ത് ഒരു നുള്ളു മണ്ണ് പോലും വണ്ടിയിടാൻ ഞാൻ സമ്മതിക്കില്ല. ഇത് കാശിനാഥൻ്റെ വാക്കാണ്. നീ ധൈര്യമായി പോയി കിടന്നുറങ്ങാൻ അവൻ പറഞ്ഞു. വീണ കണ്ണുകൾ തുടച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നു. ചുവനിൻ്റെ മറവിൽ നിന്ന് ശ്രീപാർവതി ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. വിശ്വൻ, ആ പേര് താൻ മുമ്പും കേട്ടിട്ടുണ്ട്. കണ്ണേട്ടൻ്റെ ചെറിയച്ഛൻ്റെ മകൻ. അനുജൻ എന്നാൽ അത്രയ്ക്ക് വിശ്വാസമായിരുന്നു കണ്ണേട്ടൻ്റെ അച്ഛന്. അതുകൊണ്ട് തന്നെയാണ് പല ബിസിനസ് കാര്യങ്ങളും അദ്ദേഹത്തിനെ വിശ്വസിച്ച് ഏൽപ്പിച്ചത്. പക്ഷേ ആ വിശ്വാസം അയാൾ മുതലെടുത്ത് തന്ത്രത്തിലൂടെ അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കൾ കൈക്കലാക്കി. സത്യം മനസ്സിലാക്കിയ കാശിനാഥൻ്റെ അച്ഛനെ വിഷനും കൂടിയിട്ടും കൂടി തല്ലിച്ചതച്ചു. ഒടുവിൽ ഭാര്യയെയും മകനെയും കൂട്ടി തെരുവിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥ വന്നപ്പോൾ ഒരു നുള്ളു വിഷത്തിൽ അദ്ദേഹം തൻ്റെ ജീവിതം അവസാനിപ്പിച്ചു. അതോടെ വിശ്വനും അച്ഛനും കൂടി കാശിനാഥനെയും അമ്മയും വീട്ടിൽ നിന്നും അടിച്ചിറക്കി. മീശ മുളച്ചിട്ടില്ലാത്ത ഒരു കൊച്ചു പയ്യനെയും കൊണ്ട് എങ്ങോട്ട് പോകണം എന്നറിയാതെ യേശോദാമ്മ പെരുവഴിയിൽ നിന്ന് പൊട്ടിക്കരഞ്ഞു. അപ്പോഴാണ് ദൈവത്തെ പോലെ തൻ്റെ സഹോദരൻ സഹദേവനും ഭാര്യയും അവിടേക്ക് വരുന്നത്. അവർ രണ്ടാളെയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അമ്മാവൻ്റെ സംരക്ഷണയും അവൻ പഠിച്ചു. SI ടെസ്റ്റ് എഴുതി. പോലീസാവണമെന്നതായിരുന്നു അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. എന്തൊക്കെ വന്നാലും അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്തുക്കൾ കൈവിട്ട് കളയരുതെന്നും എല്ലാം തിരിച്ചു പിടിക്കുമെന്നും അച്ഛൻ്റെ കാശിനാഥൻ കൊടുത്ത വാക്കായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ വിശ്വനാഥനും അച്ഛനുമെതിരെ കേസ് കൊടുത്തു. അത് വിശ്വനെ ചൊടിപ്പിച്ചു. അതിൻ്റെ പേരിൽ അവൻ പലതവണ കാശിനാഥനെ രഹസ്യമായും പരസ്യമായും ഭീഷണിപ്പെടുത്തി. പക്ഷെ അതിലൊന്നും അവൻ പിന്മാറിയില്ല. കേസ് കോടതിയിൽ വന്നു. വിശ്വനും അച്ഛനുമെതിരെ ശക്തമായ തെളിവുകളുള്ളതിനാൽ കേസിൽ ജയിക്കും എന്ന് കാശിനാഥന് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. വിശ്വൻ ദുഷ്ടനാണ്. എന്തും ചെയ്യും മടിയില്ലാത്തവൻ. അവൻ തന്നെ എന്തും ചെയ്തേക്കാം. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നീ തളരരുത്. എല്ലാം മറന്ന് മറ്റൊരാളെ വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കണം.
അവസാനമായി അന്ന് കണ്ട ദിവസം അവൻ്റെ തോളിൽ ചാടിയിരിക്കുന്ന ശ്രീപാർവതിയുടെ അവൻ പറഞ്ഞപ്പോൾ അവൾ അവൻ്റെ വാപ്പത്തി. ഇങ്ങനെയൊന്നും പറയില്ല കണ്ണേട്ട, എൻ്റെ കണ്ണേട്ടനൊന്നും സംഭവിക്കില്ല, ആരും ഒന്നും ചെയ്യില്ല. കണ്ണേട്ടനൊപ്പം ഈ ശ്രീപാർവതി ഉണ്ട്. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ കണ്ണേട്ടന് എന്തെങ്കിലും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. അത് കേട്ടതും അവൻ്റെ കണ്ണും മനസ്സും ഒരുപോലെ നിറഞ്ഞു. പാറു, എനിക്കറിയാഞ്ഞിട്ടല്ല, പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ സാഹചര്യം അങ്ങനെയാണ്. ഏത് നിമിഷവും ഒരു അക്രമം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എനിക്ക് വേണ്ടി ഒരിക്കലും നീ നിൻ്റെ ജീവിതം ഹോമിക്കരുത്. ഇല്ല കണ്ണേട്ട, എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൽ ഒരേ ഒരു പുരുഷനെ സ്ഥാനമുള്ളൂ, അതെൻ്റെ കണ്ണേട്ടന്. കണ്ണേട്ടന് എന്ത് സംഭവിച്ചാലും ഈ ശ്രീപാർവതിക്ക് പിന്നെ ഒരു ജീവിതം ഉണ്ടാവില്ല. ഞാൻ ജനിച്ചത് എൻ്റെ കണ്ണേട്ടന് വേണ്ടിയാണ്. ഈ ജന്മത്തിൽ ഒന്നിക്കാൻ സാധിച്ചില്ലെങ്കിൽ വേണ്ട, അടുത്ത ജന്മം ഉണ്ടാവുമല്ലോ, അത്ര വരെ ഞാൻ കാത്തിരിക്കും. അത് പറഞ്ഞപ്പോൾ അവളുടെ ശബ്ദമിടറി. നിറഞ്ഞ മനസ്സോടെ അവൻ അവളെ ചേർത്ത് പിടിച്ച് നെറ്റിയെ ചുണ്ടുകൾ ചേർത്തപ്പോൾ അവൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. തുടരും.